ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രഹ്മമന്ത്രം എന്ന മാന്ത്രിക നോവലിൻ്റെ 15-ാമത്തെ അധ്യായത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. ബ്രഹ്മമന്ത്രം മാന്ത്രിക നോവൽ, അധ്യായം 15, നോവൽ തുടർച്ച. അയാൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായെങ്കിലും വിഷ്ണുവും പറഞ്ഞു, എനിക്കുമുണ്ട് മുത്തച്ഛ അവരോട് തീർത്താൽ തീരാത്ത കണക്കുകൾ. എൻ്റെ അച്ഛൻ, അമ്മ, പെങ്ങള്, ശേഖരൻ വല്യച്ഛൻ, ഇവിടുത്തെ എൻ്റെ മറ്റു ബന്ധുക്കൾ എല്ലാം അവർ കാരണമാണ്. അവൻ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ നരനാരായണൻ കൈയുയർത്തി. ശരി തന്നെ, പക്ഷെ പ്രബലരായ ആ 2 ശത്രുക്കളെയും ഇല്ലാതാക്കണമെങ്കിൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് നീ പഠിച്ച മന്ത്രങ്ങൾ മാത്രം പോരാ. ഉറപ്പുള്ള ഒരു മനസ്സും എന്തും ചെയ്യാനുള്ള കരുത്തും വേണം. വിഷ്ണു മുത്തച്ഛൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു ചെറുപുഞ്ചിരിയോടെ അയാൾ അവൻ്റെ തലമുടിയിൽ മെല്ലെ തലോടി. അതുകൊണ്ട് മോൻ മുത്തച്ഛന് വേണ്ടി ഒരു ത്യാഗം ചെയ്യണം. എന്താ മുത്തച്ഛ? അവൻ്റെ ശബ്ദത്തെ ഒരു വിറയൽ ബാധിച്ചിരുന്നു. ആ യക്ഷിയോടും മറ്റും പടവെട്ടാൻ കരുത്തുള്ള മുത്തച്ഛന് ആ കൃത്യം ചെയ്യാനുള്ള അവസരം മോൻ ഒരുക്കി തരണം. അതെങ്ങനെ മുത്തച്ഛ? ഞാൻ മാന്ത്രികനായിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. ഇനി മുതൽ ചെറുകുന്നത്ത് തറവാട്ടിലെ മാന്ത്രികൻ ഞാനാണ്. തൊള്ളിപ്പടിയിൽ തീ പിടിച്ചതുപോലെ ഒരു ഭാവം അവൻ്റെ തലച്ചോറിനുള്ളിലുണ്ടായി. ഞാനങ്ങനെ അവൻ പറഞ്ഞു നിർത്തും മുൻപ് നരനാരായണൻ അവനെ പൊക്കിയെടുത്ത് കാളി വിഗ്രഹത്തിന് മുന്നിലെ ബലിക്കല്ലിലേക്കിട്ടു. ഇതല്ലാതെ മുത്തച്ഛന് വേറെ മാർഗമില്ല മോനെ. അയാൾ ധൃതിയിൽ കൊടുവാൾ കടന്നെടുത്തു. കൊല്ലല്ലേ മുത്തച്ഛ, എന്നെ ബലി കൊടുക്കല്ലേ മുത്തച്ഛ. നിലവിളിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേൽക്കാൻ ഭാവിച്ചു. എന്നാൽ നരനാരായണൻ അവനെ അതിനനുവദിച്ചില്ല. അവൻ കൈകാലുകൾ അടിച്ചു പിടഞ്ഞു. കാളിക്ക് നരബലി കൊടുത്തിട്ട് ഒരുപാട് കാലമായി മോനെ. ബലി നടത്തിയാൽ എൻ്റെ ശക്തി ഇരട്ടിയാകും. നിനക്കതറിയാമോ? ചോദ്യം പോലും വിഷ്ണു കേട്ടില്ല. നരനാരായണൻ്റെ വലതു കൈയിൽ കൊടുവാൾ ഉയർന്നു താണു. ഒരു നിമിഷം വിഷ്ണുവിൻ്റെ ഉടലും ശിരസും ബലിക്കല്ലിൻ്റെ ഇരുഭാഗങ്ങളിലും കിടന്നു പിടഞ്ഞു. ബലിക്കല്ല് രക്തത്തിൽ കുളിച്ചു. കൊടുവാളിൻ്റെ വായ്ത്തലയിൽ അല്പം ചോരയെടുത്ത് നരനാരായണൻ സ്വന്തം നെറ്റിയിലണിഞ്ഞു. വിഷ്ണുവിൻ്റെ ഉടൽ അപ്പോഴും പിടയുകയായിരുന്നു. പിന്നെ പിടച്ചിൽ പതിയെ നിന്നു. നരനാരായണൻ ഉടലും ശിരസും എടുത്ത് എണ്ണത്തോണിയിലേക്കിട്ടു. അവ കേടുകൂടാതെ കിടക്കട്ടെ, സമയം പോലെ നീക്കം ചെയ്യാം. ഉച്ച, കൃത്യം 12 മണി. പെട്ടെന്ന് പൂജാമുറിയിൽ 1000 മണിനാവുകൾ ഒന്നിച്ചു ശബ്ദിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തറവാട്ടിൽ അവശേഷിച്ചിരുന്നവർ അങ്ങോട്ട് പാഞ്ഞു. കാരണം അങ്ങനെ മണിനാവുകൾ ശബ്ദിച്ചിട്ടുള്ള നേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രായമേറെയായെങ്കിലും പൂജാമുറിയുടെ വാതിക്കൽ ആദ്യമെത്തിയത് മാതിരി തന്നെയാണ്. പിന്നാലെ അനിരുദ്ധനും വിനയപ്രഭയും, അത് കഴിഞ്ഞാണ് ജയലക്ഷ്മി എത്തിയത്. ഇനി ഏത് നിമിഷവും പൂജാമുറിയുടെ വാതിൽ തുറക്കുമെന്ന വിശ്വാസത്തിൽ ആകാംക്ഷയോടെ അവർ നിന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി വിഷ്ണു പൂജാമുറിയിൽ എന്തൊക്കെയോ പ്രധാന പരിപാടികളിലായിരുന്നെന്ന് അവർക്കറിയാമായിരുന്നു. ആ യാമിനിയെ പിടിക്കാനുള്ള എന്തെങ്കിലും വിദ്യ എൻ്റെ കുട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മുത്തശ്ശി പിറുപിറുത്തു. മറ്റുള്ളവർ അത് കേട്ടെങ്കിലും മറുപടി പറഞ്ഞില്ല. ഏതാനും മാത്രകൾ പിന്നിട്ടു. പെട്ടെന്ന് വാതിൽ തുറന്നു. പക്ഷെ അവിടേക്ക് നോക്കിയവരിൽ നിന്നും നിലവിളികൾ ഉയർന്നു. തുറന്ന വാതിലിന് പിന്നിൽ നിന്നിരുന്നത് വിഷ്ണു ആയിരുന്നില്ല, പകരം നരനാരായണൻ. എൻ്റെ ശ്രീരാമ ഭഗവാനെ! നിലവിളി പോലെ ആ ശബ്ദമാണ് മാധുരിയുടെ നാവിൽ നിന്നുയർന്നത്. അച്ഛൻ എന്ന് വിനയപ്രഭയും അമ്മാവൻ എന്ന് അനിരുദ്ധനും ജയലക്ഷ്മിയും മന്ത്രിച്ചു. അടുത്ത നിമിഷം ആർത്തനാദത്തോടെ മാധുരി കുഴഞ്ഞു വീണു. ബോധം പോയി. സാരമില്ല, അല്പം വെള്ളമെടുത്ത് ആ മുഖത്ത് തെളിക്കൂ, നരനാരായണൻ്റെ കൽപ്പന. വിനയപ്രഭ അപ്രകാരം ചെയ്തു. മാധുരി കണ്ണുകൾ തുറന്നു. അവരുടെ അരികിലേക്ക് നരനാരായണൻ വന്നു. നീ പേടിക്കേണ്ട മാധുരി, ഞാൻ പ്രേതമല്ല. പുനർജന്മം എന്ന് കേട്ടിട്ടില്ലേ? അതാണെന്ന് കരുതിയാൽ മതി. ശബ്ദത്തിൽ പോലും യാതൊരു മാറ്റവുമില്ല. എന്നിട്ട് മാർക്കും അതങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നരനാരായണൻ ചിരിച്ചു. പെട്ടെന്ന് ഇങ്ങനെയൊന്ന് കേൾക്കാൻ, വിശ്വസിക്കാൻ നിങ്ങൾക്കാർക്കും കഴിയില്ലെന്നറിയാം. കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സംഭവമായില്ലേ ഇത്. ക്രമേണ വിശ്വസിച്ചോളും. അയാൾ വിനയപ്രഭയെ നോക്കി. അച്ഛൻ ഇത്തിരി സംഭാരം കൊണ്ടുപോകാൻ മോളെ. വിനയപ്രഭ തിരിഞ്ഞോടി.
തറയിൽ തന്നെ ഇരിക്കുകയായിരുന്നു മാധുരി. നരനാരായണൻ ഗൗരവത്തിൽ പറഞ്ഞു, എഴുന്നേൽക്ക് മാധുരി. പക്ഷേ അവർക്കതിനായില്ല. അയാൾ തന്നെ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സ്വപ്നത്തിലും യാഥാർത്ഥ്യത്തിനും ഇടയിൽ മാധുരി പകച്ചു നിന്നു. അച്ഛൻ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഓട്ടുമൊന്തയിലാണ് വിനയപ്രഭ സംഭാരം കൊണ്ടുവന്നു കൊടുത്തത്. അത് കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. മോൾ അച്ഛനെ മറന്നിട്ടില്ല. അയാൾ മൊന്ത വായോടെ അടുപ്പിച്ചു. ഗ്രാമത്തിൽ വാർത്ത പറക്കാൻ അരനാഴിക പോലും വേണ്ടി വന്നില്ല. ചെറുകുന്നത്ത് തറവാട്ടിലെ നരനാരായണൻ തമ്പുരാൻ പുനർജനിച്ചു. ആരും വിശ്വസിച്ചില്ല. എന്നാൽ ചിലർ തറവാട്ടിലേക്ക് വന്നു. പടിപ്പുര കടക്കും മുമ്പ് കനത്ത ശബ്ദം കേട്ടു. കടക്കരുത്, ഇങ്ങോട്ട് വരാൻ ഞാൻ ആർക്കും അനുവാദം തന്നിട്ടില്ല. ജനം അന്താളിച്ചു. പണ്ടും ഇങ്ങനെയായിരുന്നു. അനുവാദമില്ലാതെ ആരും പടിപ്പുര കടന്നുകൂടായിരുന്നു. അവിടെ തന്നെ നിന്നുകൊണ്ട് അവർ കണ്ടു. ഉമ്മറത്ത് ചാരുകസേരയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന നരനാരായണൻ. വീണ്ടും ഒരു നരനാരായണ യുഗം ആരംഭിക്കുകയാണോ? അങ്ങനെ പലരും സംശയിച്ചു. എങ്കിലിനി ഗ്രാമത്തിൽ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിക്കും ചരിത്രശുദ്ധിയോടെ ജീവിക്കാനാവില്ല. അയാളെ എതിർക്കാൻ ശ്രമിച്ചാലോ? മരണം തന്നെയായിരിക്കും ഫലം. വിവരം കേട്ടറിഞ്ഞ് കൂടുതൽ ആളുകൾ ചെറുകുന്നത്ത് തറവാടിൻ്റെ പടിപ്പുരയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ചാരുകസരയിൽ സകലവിധ പ്രൗഢിയോടും കൂടി കിടക്കുന്ന നരനാരായണനെ അവർ കണ്ടു. മരിക്കുന്ന സമയത്തുള്ള പ്രായം മുഖത്ത് തോന്നുമായിരുന്നെങ്കിലും ശരീരത്തിന് അതിൻ്റെ മൂന്നിലൊന്നുപോലും തോന്നിയില്ല. മാധുരി ഭർത്താവിൻ്റെ അരികിൽ ചാരുകസേരയിലിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ പുനർജന്മമാണിതെന്ന് അവർ വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ എങ്ങനെയാണിത് സംഭവിച്ചത്? അതിന് മാത്രം അവർക്ക് ഉത്തരം കിട്ടിയില്ല. ഭർത്താവിനോട് ചോദിക്കാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിലെ സ്വഭാവമാണെങ്കിൽ മുഖം തീർത്ത് അടിക്കുകയാവും ആദ്യം ചെയ്യുന്നത്. പടിപ്പുരയിൽ കൂടി നിൽക്കുന്ന ആളുകളെ ഒന്ന് നോക്കി മാധുരി ഭർത്താവിനോട് തിരക്കി. അവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? അങ്ങേ അവർ ശരിക്കൊന്ന് കണ്ടോട്ടെ. വേണ്ട, പെട്ടെന്നായിരുന്നു മറുപടി. ഞാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതിന് മറ്റൊരാളുടെ ഓർമ്മപ്പെടുത്തലോ ഉപദേശമോ ആവശ്യമില്ല. മുഖത്തടിക്കുന്നത് പോലെയുള്ള ആ മറുപടി കേട്ടി മാധുരി വിളറി. കഴിഞ്ഞ ജന്മത്തിലേക്കാൾ പരുക്കനാണ് ഈ ജന്മത്തിൽ ഇദ്ദേഹമെന്ന് അവർ മനസ്സിൽ കുറിച്ചിട്ടു. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പെരുമാറാൻ. യക്ഷിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് മാധുരി കരുതിയതാണ്. പക്ഷെ വേണ്ടെന്ന് വെച്ചു. സന്ധ്യയ്ക്ക് തൊട്ടു മുമ്പ് നരനാരായണൻ കുളിച്ച് വേഷം മാറി. മുണ്ടും രണ്ടാം മുണ്ടും രുദ്രാക്ഷമാലയും അവ ധരിച്ചുകൊണ്ട് തൻ്റെ വെള്ളി കെട്ടിയ ചൂരലുമായി പുറത്തേക്കിറങ്ങി. കഴിഞ്ഞ ജന്മത്തിലും ഈ നടത്തം പതിവായിരുന്നു. ഗ്രാമത്തിലെ പല പെൺകുട്ടികളുടെയും വിധി നിശ്ചയിച്ചിരുന്നത് ഈ നടത്തമാണ്. അവസാനമൊക്കെ അയാൾ വരുമ്പോഴേക്കും പെൺകുട്ടികൾ ഓടി വീടിനുള്ളിൽ കയറി വാതിലടയ്ക്കുമായിരുന്നു. പാടവരമ്പിലൂടെയും ഇടവഴിയിലൂടെയും ക്ഷേത്രത്തിനരികിലേക്ക് നടക്കുകയായിരുന്നു അയാൾ. തങ്കമണിയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ കാലുകളുടെ വേഗം കുറഞ്ഞു. ഇവിടെ വെച്ചാണ് യക്ഷി ജയകൃഷ്ണൻ്റെ ജീവനെടുത്തത്. ആ ശരീരമാണ് താനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എതിരെ നടന്നു വരുന്നവരൊക്കെ ഭയഭക്തി ബഹുമാനങ്ങളോടെ അകന്നു മാറിയപ്പോൾ ഉള്ളിൽ ചിരിച്ചു. തന്നെ ഇപ്പോഴും ജനങ്ങൾക്ക് പേടിയുണ്ട്. അത് നല്ല കാര്യം തന്നെ. ആൽത്തറയിൽ ഇരുന്നവരൊക്കെ ചാടി എഴുന്നേറ്റു. ഒരാൾ മാത്രം അവിടെ തന്നെ ഇരുന്നു. ഒരു ചെറുപ്പക്കാരൻ. നരനാരായണൻ്റെ മരണശേഷമാണ് പട്ടാളക്കാരനായ അവൻ ആ നാട്ടിലെത്തിയത്. ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു വിശ്വാസമില്ലാത്തവൻ. ഇപ്പോൾ ലീവിൽ വന്നിരിക്കുകയാണ്. എഴുന്നേൽക്കടോ, ആരോ അവനോട് പറഞ്ഞു. പിന്നെ ഒരു മന്ത്രവാദിയെ ബഹുമാനിച്ചില്ലെങ്കിൽ ഞാനങ്ങ് തലകുത്തി മറിയേണ്ടി വരുമോ? ഏതായാലും എന്നെ അതിനെ കിട്ടില്ല. രണ്ടാം ജന്മമാണ് പോലൂ. എങ്കിൽ ഇങ്ങനെ അതിർത്തിയിലേക്ക് കൊണ്ടുപോകാം. അവിടെ മരിച്ചു വീഴുന്ന ഭടന്മാർക്ക് പുനർജന്മം നൽകാമല്ലോ. അയാൾ പുച്ഛിച്ചു. മറ്റുള്ളവർക്ക് മറുപടി പറയാൻ കഴിയും മുമ്പ് നരനാരായണൻ തൊട്ടടുത്തെത്തി കഴിഞ്ഞിരുന്നു. അയാൾ അവനെ ഒന്ന് നോക്കി. നരനാരായണനെ കാണാത്ത ഭാവത്തിലിരിക്കുകയായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അയാൾ എന്തോ പിറുപിറുത്തു കൊണ്ടിരിക്കുന്നത് അവൻ കണ്ടില്ല. അടുത്ത നിമിഷം അവനൊന്ന് തലകൊത്തി മറിഞ്ഞ് നിലം പറ്റി. ഇപ്പോൾ തറയിൽ കിടക്കുന്നത് കണ്ടാൽ നിലം പറ്റ കിടന്ന് നരനാരായണൻ്റെ കാലുകളിൽ വന്ദിക്കുകയാണെന്ന് തോന്നും. ഒന്നും മിണ്ടാതെ നേർത്ത പുഞ്ചിരിയോടെ അവനെ കടന്ന് മുന്നോട്ട് പോകാൻ ഭാവിക്കുകയായിരുന്ന നരനാരായണൻ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു നിലവിളി കേട്ടി തിരിഞ്ഞു നോക്കി. എൻ്റെ ബാലേട്ടാ! ഒരു പെൺകുട്ടി അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. അവൻ വല്ല വിധേനയും എഴുന്നേറ്റിരിക്കുന്നതും ശ്വാസം വലിച്ചു വിടുന്നതുമൊന്നുമല്ല നരനാരായണൻ്റെ കണ്ണിൽപ്പെട്ടത്. ആ പെൺകുട്ടി ഏറിയാൽ 17 വയസ്സ് തോന്നിക്കുന്ന ആ സുന്ദരി.
അവളുടെ ഏത് അവയവത്തിനാണ് കൂടുതൽ ഭംഗിയെന്ന് പറയാനേ കഴിയില്ല. അത്രയ്ക്കും സുന്ദരി. നേരത്തെ ഒരു പുഞ്ചിരിയോടെ നരനാരായണൻ കടന്നുപോയി. അയാളുടെ നോട്ടവും പോക്കുമൊക്കെ മറ്റുള്ളവർ ശ്രദ്ധിച്ചിരുന്നു. അയാൾ ആ പെൺകുട്ടിയെ, സ്മിതയെയാണ് ശ്രദ്ധിച്ചതെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ലായിരുന്നു. അവൾ തൻ്റെ സഹോദരനോട് ചോദിച്ചു, എന്താ ബാലേട്ട പറ്റിയത്? ഒന്നുമില്ല മോളെ, ഒന്ന് തലയിറങ്ങി, അത്രമാത്രം. അകന്നു പോകുന്ന നരനാരായണനെ ഒന്ന് നോക്കിയാണ് ബാലചന്ദ്രൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ലേ ക്ഷേത്രത്തിൽ ഒന്ന് കയറാൻ, കേട്ടില്ലല്ലോ. അതുകൊണ്ടാ. അവൾ ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ ചന്ദനം അവൻ്റെ നെറ്റിയിൽ തൊടുവിച്ചു. അവൻ എതിർത്തില്ല. നീ വീട്ടിലേക്ക് പോയിക്കോ സ്മിതേ, ഞാൻ പിന്നാലെ വന്നോളാം. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ശരിയേട്ടാ. അവൾ പോയി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ നരനാരായണൻ്റെ നോട്ടത്തെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ്റെ മുഖം ചുവന്നു. അങ്ങനെ അയാൾ കൊന്നുകളയും ഞാൻ അയാളെ. എത്ര വലിയ മാന്ത്രികനാണ് അയാളെങ്കിലും. പെങ്ങള് പോയ വഴിയെ അവനും പോയി. അപ്പോൾ അങ്ങാല ഗുഹയിൽ തരിച്ചിരിക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ. ഉൾക്കണ്ണുകളിൽ അയാളും കണ്ടിരുന്നു നരനാരായണനെ. പുനർജന്മമുണ്ടെങ്കിൽ തന്നെ ജനിക്കുന്നത് ശിശുവായിട്ടായിരിക്കണമല്ലോ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനായി പെട്ടെന്നൊരു ദിവസം ജന്മം കൊള്ളുക എന്ന് പറഞ്ഞ യുക്തിക്കൊരിക്കലും നിരക്കാത്ത കാര്യം. ഈശ്വരന്മാർ ജനിച്ചിട്ടുള്ളത് പോലും ശിശുക്കളായി തന്നെയാണ്. ഇവിടെ നരനാരായണൻ്റെ പുനർജന്മത്തെക്കുറിച്ച് അറിയണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അതിനായി കഠിന മാന്ത്രിക വിദ്യകൾ പ്രയോഗിക്കേണ്ടി വരും. എന്നാലേ അതറിഞ്ഞേ മതിയാവൂ. ഉറച്ച തീരുമാനമായിരുന്നു ബ്രഹ്മദത്തൻ്റേത്. അതിനായി പക്ഷെ അർദ്ധരാത്രി വരെ കാത്തിരിക്കേണ്ടി വരും. എന്തിനും ഒരുക്കമായിരുന്നു ബ്രഹ്മദത്തൻ. സന്ധ്യ കഴിഞ്ഞപ്പോൾ നടത്തം അവസാനിപ്പിച്ച് നരനാരായണൻ ചെറുകുന്നത്ത് തറവാട്ടിൽ മടങ്ങിയെത്തി. അപ്പോൾ മറ്റുള്ളവർ പരിഭ്രമത്തോടെ അയാളെ കാത്തു നിൽക്കുകയായിരുന്നു. ചോദ്യപാദത്തിൽ അമർത്തിയ ഒരു മൂളിലൂടെ അയാൾ അവരെ നിന്ന് നോക്കി. മാധുരിയാണ് മറുപടി പറഞ്ഞത്. വിഷ്ണുമോനെ കാണുന്നില്ല. രാവിലെ മുതലേ അങ്ങ് തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ അക്കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. തൻ്റെ മുഖഭാവം മാറാതിരിക്കാൻ നരനാരായണൻ പരമാവധി ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ എല്ലാവരും എഴുന്നേൽക്കും മുമ്പ് തന്നെ അവൻ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. എന്നിട്ട് ആ കാര്യത്തിന് അത്രയ്ക്ക് പ്രാധാന്യമില്ലെന്ന ഭാവത്തിൽ അയാൾ അകത്തേക്ക് പോവുകയും ചെയ്തു. നരനാരായണൻ്റെ മനസ്സിൽ ഈ നേരത്തൊക്കെ തെളിഞ്ഞു നിന്നിരുന്നത് ക്ഷേത്രത്തിനരികിൽ വെച്ച് കണ്ട ആ പെൺകുട്ടിയുടെ രൂപമായിരുന്നു. സ്മിതയുടെ രണ്ടാം ജന്മത്തിൽ ഒരു യുവതിയെ ആസ്വദിക്കാൻ വെമ്പുകയാണ് അയാൾ. രാത്രി കനത്തുകൊണ്ടിരുന്നു. പൂജാമുറിയിലായിരുന്ന നരനാരായണൻ സന്ധ്യ കഴിഞ്ഞപ്പോൾ കയറിയതാണ്. വർഷങ്ങൾക്കു ശേഷം അയാൾ ഭരദേവതയെയും ഇഷ്ടമൂർത്തികളെയും മന്ത്രോച്ചാരണങ്ങളിൽ പ്രീതിപ്പെടുത്തുകയും ശക്തിയേറുവാനുള്ള മാന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. മൂർത്തികൾക്കെല്ലാം തന്നോട് അതിരറ്റ സ്നേഹവും ബഹുമാനവുമാണെന്ന്, താൻ എന്തു പറഞ്ഞാലും അവർ ചെയ്യുമെന്നും അറിഞ്ഞ നരനാരായണന് ആഹ്ലാദം അടക്കാനായില്ല. ഈ ഗ്രാമത്തെ മുഴുവൻ താൻ വീണ്ടും ഉള്ളം കൈയിലാക്കാൻ പോവുകയാണ്. അതിനിടയിലുള്ളത് 2 ശത്രുക്കൾ മാത്രം, യാമിനിയും ബ്രഹ്മദത്തനും. അവരെ എന്ത് ചെയ്യണമെന്ന് താൻ നേരത്തെ ചിന്തിച്ചുറച്ചിട്ടുള്ളതാണ്. മനസ്സിലേക്ക് വീണ്ടും സ്മിതയുടെ രൂപം തെളിഞ്ഞു വന്നപ്പോൾ അയാൾക്ക് ഒരു മാത്ര ചിന്തിച്ചിരിക്കേണ്ടി വന്നു. പിന്നെ മോഹനമന്ത്രം ജപിച്ചു തുടങ്ങി. ഗ്രാമത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ തൻ്റെ കിടക്കയിൽ ഗാഠനിദ്രയിലായിരുന്നു അപ്പോൾ സ്മിത. ചുണ്ടുകളിൽ തങ്ങി നിൽക്കുന്ന ചെറു മന്ദസ്മിതം അവൾ മധുരതരമായി ഒരു സ്വപ്നം കാണുകയാണെന്ന് തോന്നിപ്പിക്കുമായിരുന്നു. ശരീരം അപ്പാടെ ആരോ തഴുകിയതുപോലെ അവളിലൊരു കുളിരുണ്ടായി. അവൾ പതിയെ ചുണ്ടു കടിക്കുകയും പ്രാവിനെപ്പോലെ കുറുകുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു. കണ്ണ് തുറക്കാതെ തന്നെ വാതിൽക്കലേക്ക് നീങ്ങി. വാതിലിൻ്റെ കൊളുത്ത് ശബ്ദം കേൾക്കാതെ എടുത്തു. പുറത്തിറങ്ങി അവൾ മുൻവാതിലും തുറന്ന് മുറ്റത്തെത്തി. എന്തോ ശബ്ദം കേട്ടാണ് സ്മിതയുടെ അമ്മ പത്മാവതി കണ്ണുകൾ തുറന്നിയത്. ആദ്യം നോക്കിയത് സ്മിതയുടെ കട്ടിലേക്കാണ്. അവിടെ കാണാഞ്ഞപ്പോൾ വേഗം എഴുന്നേറ്റു. വാതിൽ തുറന്നു കിടക്കുന്നു. ഒരുപക്ഷെ അവൾ ബാത്റൂമിലോ മറ്റോ പോയതായിരിക്കും. എന്നാലും ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ അവൾ തന്നെ വിളിക്കേണ്ടതാണല്ലോ. പല്ലിയെ കണ്ടാൽ പോലും പേടിക്കുന്ന പെണ്ണാണ്. പത്മാവതി മുറിയിൽ ലൈറ്റിട്ടു. മോളെ സ്മിതേ. അനക്കമില്ല. അവർ മുറിക്ക് പുറത്തുള്ള കോമൺ ബാത്റൂമിൽ ചെന്ന് നോക്കി. അവിടെയും അവളില്ല. അതോടെ സംശയം ഇരട്ടിച്ചു. ഇതിൻ്റെ വിസിറ്റിംഗ് റൂമിൽ നിന്നും പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയാണെന്ന് അവർ കണ്ടെത്തി. അവിടുത്തെ ലൈറ്റ് തെളിച്ചു. ഇല്ല, ഒരിടത്തും സ്മിതയില്ല. മോളെ സ്മിതേ. അവിടെ നിന്നും അവർ വിളിച്ചു. നിലവിളി പോലെയായിരുന്നു ആ ശബ്ദം. പെട്ടെന്ന് യശോധരൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു.
എന്താ പത്മാവതി, നമ്മുടെ മോളെ കാണുന്നില്ല? ഈ രാത്രിയിൽ അവൾ എങ്ങോട്ട് പോകാനാ? എടാ ബാല, ഒന്നിങ്ങോട്ട് വന്നേടാ, യശോധരൻ ഉച്ചത്തിൽ വിളിച്ചു. എന്താ അച്ഛാ? ഉറക്കച്ചടവോടെ ബാലചന്ദ്രൻ ഇറങ്ങി വന്നു. എടാ, സ്മിതയെ കാണുന്നില്ല. ബാലചന്ദ്രൻ ഞെട്ടി. അവൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് വൈകുന്നേരം ക്ഷേത്രത്തിനടുത്ത് വെച്ചുണ്ടായ സംഭവമാണ്. ആളുകൾ പറഞ്ഞ കാര്യം കാതിൽ മുഴങ്ങി. നരനാരായണൻ, തൻ്റെ പെങ്ങളുടെ തിരോധാനത്തിന് പിന്നിൽ അയാളാണോ? അങ്ങനെ ഒരു സംശയമുണ്ടായതും ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ടോർച്ചുമായി അവൻ പുറത്തേക്കോടി. തണുപ്പും മഞ്ഞുമുണ്ടായിരുന്നു. ഒന്നും ബാലചന്ദ്രൻ അറിഞ്ഞില്ല. അവൻ്റെ ശരീരം വേർക്കാൻ തുടങ്ങി. നരനാരായണൻ എന്ന ചെകുത്താൻ്റെ കൈകളിൽ എത്തിപ്പെടും മുൻപ് സ്മിതയെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൻ്റെ കാലുകൾക്ക് വേഗമേറി. ആ നേരത്തെ ചെറുകുന്നത്ത് തറവാടിൻ്റെ പടിപ്പുരയ്ക്കരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു സ്മിത. പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് അതറിഞ്ഞ നരനാരായണൻ എഴുന്നേറ്റു. മറ്റാരും തറവാട്ടു വളപ്പിലേക്ക് കടക്കാതിരിക്കാൻ തൻ്റെ മൂർത്തികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. തറവാടിൻ്റെ തെക്കിനിയിലുള്ള ഒരു മുറിക്ക് മുന്നിൽ സ്മിത വന്നു നിന്നു. അപ്പോഴേക്കും നരനാരായണൻ അരികിലെത്തുകയും വാതിൽ തുറന്ന് അവളുടെ അരയിൽ കൈചുറ്റിക്കൊണ്ട് അകത്തേക്ക് പോവുകയും ചെയ്തു. വാതിൽ തനിയെ അടഞ്ഞു കൊളുത്തു വീണു. അവിടെ തൂക്കിയിട്ടിരുന്ന ഒരു റാന്തൽ വിളക്ക് സ്വയം പ്രകാശിച്ചു. നരനാരായണൻ അവളെ കിടക്കയിലിരുത്തി. ഇപ്പോഴും അവളുടെ കണ്ണുകൾ തുറന്നിരുന്നില്ല. അയാൾ തങ്കവിഗ്രഹം പോലെയുള്ള അവളെ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു. തൻ്റെ ചെറുമകളുടെ പ്രായമായ ഈ പെൺകുട്ടിക്കുള്ളൂ എന്ന കാര്യം പോലും അയാൾ ഓർത്തില്ല. കിടക്കയിലേക്ക് കിടത്തുന്നതിനിടയിൽ അയാൾ അവളുടെ നിശാവസ്ത്രം മൂരിയെറിഞ്ഞു. അയാൾ അവളെ തൻ്റെ ഇംഗിതത്തിന് സജ്ജമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ തറവാടിൻ്റെ പടിപ്പുരയിലേക്ക് ധൃതിയിൽ വരികയായിരുന്നു ബാലചന്ദ്രൻ. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് പടിപ്പുരയ്ക്കുള്ളിലേക്ക് കാൽ കുത്താൻ തുനിഞ്ഞ അവൻ ഒരു നിലവിളിയോടെ തിരിഞ്ഞു ചാടി. ഒന്നുകൂടി നോക്കാനുള്ള കരുത്തിലായിരുന്നു അവന്. എന്താണ് താൻ കണ്ടത്? ആനയുടെ രൂപവും രാക്ഷസീയമായ തലയുമുള്ള ഒരു ജന്തു. 2 അടിയോളം നീണ്ട രക്തവർണ്ണമായ നാവും 1.5 അടി നീളമുള്ള കോമ്പല്ലുകളും 2 ചെറിയ തളികയുടെ വലിപ്പം തോന്നിക്കുന്ന ചുവന്ന കണ്ണുകൾ. ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി ബാലചന്ദ്രൻ. ഒരു നിമിഷം കൂടി തെറ്റിയിരുന്നെങ്കിൽ ജന്തു തന്നെ പിടികൂടിയനെ. കുറേ അകലെ മാറി വഴിവക്കിലെ ഒരു കല്ലിൽ അവൻ കുത്തിയിരുന്നു. നരനാരായണൻ്റെ മൂർത്തികളിലൊന്നായ ആനമറുതിയാണ് അതെന്ന് അവനറിയില്ലല്ലോ. ആ തറവാടിന് നേരെ ചെല്ലാനുള്ള ധൈര്യം കിട്ടിയില്ല അവന്. എന്നാലും സ്മിത അവിടെ തന്നെയുണ്ടെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഏതായാലും കാത്തിരിക്കുക തന്നെ. വാടിയ ചേമ്പിൻതട പോലെയായിരുന്നു സ്മിത. അസഹ്യമായ വേദന കാരണം അവളിൽ നിന്നും പതിഞ്ഞ തേങ്ങൽ ഉയരുന്നുണ്ടായിരുന്നു. എന്നിട്ടും നരനാരായണൻ്റെ ആക്രമണത്തിന് ശക്തി കുറഞ്ഞില്ല. അർദ്ധരാത്രിയിൽ തന്നെ ബ്രഹ്മദത്തൻ കഠിനമായ ഒരു മാന്ത്രിക കർമ്മം ആരംഭിച്ചിരുന്നു. നരനാരായണൻ്റെ 2ാം ജന്മത്തിലെ രഹസ്യം അറിയണം. പക്ഷെ ആദ്യമൊന്നും അതിനുള്ള മാർഗം തെളിഞ്ഞു വന്നില്ല. സമയം കടന്നു പോകുമ്പോൾ താൻ പരാജയപ്പെടാൻ പോവുകയാണോ എന്നൊരു നേരിയ സംശയവും അയാൾക്കുണ്ടാകാതിരുന്നില്ല. എങ്കിലും അവസാന ശ്രമം എന്ന നിലയ്ക്ക് അയാൾ മൂർച്ചയേറിയ ഒരു കത്തിയെടുത്ത് വലതു കൈയുടെ തള്ളവിരൽ മുറിച്ച് രക്തം അഗ്നിയിലേക്ക് വീഴ്ത്തിക്കൊണ്ട് ഘോരമന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. ഇമചിമ്മാതെ കണ്ണുകൾ അഗ്നിയിലേക്ക് തറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അഗ്നിയിൽ ചില രംഗങ്ങൾ തെളിയാൻ തുടങ്ങി. മൂർത്തികളുടെ സഹായത്തോടെ ജയകൃഷ്ണൻ്റെ ശരീരം കുഴിയിൽ നിന്നെടുക്കുന്നത് മുതൽ എണ്ണത്തോണയിൽ വെച്ച് ആ മൃതശരീരത്തിലേക്ക് നരനാരായണൻ്റെ ആത്മാവ് പ്രവേശിക്കുന്നതും അവസാനം വിഷ്ണുവിനെ കാളിക്ക് ബലി കൊടുക്കുന്നതും വരെ. അഗ്നിയുടെ ചൂടും മനസ്സിലെ സംഘർഷവും കാരണം വിയർത്തു കുളിച്ചിരുന്നു ബ്രഹ്മദത്തൻ. എല്ലാം അറിഞ്ഞ അയാൾ ഒരു മന്ത്രത്തിൻ്റെ അകമ്പടിയോടെ ഹോമകുണ്ഡത്തിലേക്ക് വെള്ളം വീഴ്ത്തി. അഗ്നിയുടെ നാവുകൾ പിൻവലിഞ്ഞു. പത്മാസനത്തിൽ നിന്നും ബ്രഹ്മദത്തൻ എഴുന്നേറ്റു. അയാൾക്ക് വല്ലാത്ത ദാഹം തോന്നി. ഗുഹയ്ക്ക് പുറത്തു വന്ന ജലപാതയിൽ നിന്നും കൈക്കുമ്പിളിൽ വെള്ളം കോരി ആർത്തിയോടെ കുടിച്ചു. ഇനി എന്ത്? അതേക്കുറിച്ചോർത്ത് ഇലവരിപ്പിൽ അയാൾ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ സ്മിതയുടെ ശരീരത്തിൽ നിന്നും തൃപ്തിയോടെ എഴുന്നേൽക്കുകയായിരുന്നു നരനാരായണൻ. അവളുടെ അഴിച്ചെറിഞ്ഞ നിശാവസ്ത്രമെടുത്ത് അയാൾ ആ ശരീരത്തിലേക്കിട്ടു. പിന്നെ ഏതോ മന്ത്രം ചൊല്ലി. അവൾ ഉടനെ എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചു. വാതിൽ തനിയെ തുറന്നു. അവൾ ഇറങ്ങിപ്പോയി. പടിപ്പുരയ്ക്കിലെ അവിടേക്ക് തന്നെ കണ്ണും നട്ടിരിക്കുകയായിരുന്ന ബാലചന്ദ്രൻ്റെ കണ്ണുകൾ പെട്ടെന്ന് കുറുകി. പടിപ്പുര കടന്നു വരുന്ന ആ രൂപത്തെ അവൻ കണ്ടിരുന്നു. ആ രൂപം അടുത്തെത്താറായതും അവൻ ടോർച്ച് തെളിച്ചു. സ്മിതയാണെന്ന് അതെന്ന തിരിച്ചറിവ് അവനിലെ പട്ടാളക്കാരനെ ഉണർത്തി. അവൾ അടുത്തെത്തിയതും കൈവീശി കരണത്ത് ഒറ്റയടിയായിരുന്നു. ഒന്ന് നിലവിളിക്കുക പോലും ചെയ്യാതെ സ്മിത അവിടെ തന്നെ വീണു.
എവിടെയോ ഒരു കോഴി കൂവി. യശോധരനും പത്മാവതിയും ആകെ അങ്കലാപ്പിലായിരുന്നു. മകൾ ഇനിയും മടങ്ങി വന്നിട്ടില്ല. അവളെ തേടിപ്പോയ മകനും തിരിച്ചെത്തിയിട്ടില്ല. നേരം വെളുക്കാറായിരിക്കുന്നു. സിറ്റൗട്ടിൽ തന്നെ വഴിക്കണ്ണുമായി അവർ ഇരുന്നു. അല്പം കൂടി കഴിഞ്ഞപ്പോൾ ആരോ പടികടന്നു വരുന്നത് കണ്ട് ഇരുവരും തിടുക്കത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ബാലചന്ദ്രൻ സ്മിതയെ തോളിലിട്ട് കൊണ്ടുവരികയായിരുന്നു. എൻ്റെ കുഞ്ഞിനെ എന്താടാ പറ്റിയത്? ആ രംഗം കണ്ടതും പത്മാവതി നിലവിളിക്കാൻ തുടങ്ങി. അമ്മ വെറുതെ ബഹളം വെച്ച് ആളെക്കൂട്ടണ്ട. അവൻ ദേഷ്യപ്പെട്ടു. സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആ സ്ത്രീ പെട്ടെന്ന് വായടച്ചു. ബാലചന്ദ്ര സ്മിതയെ അകത്തെ മുറിയിൽ കട്ടിലിൽ കൊണ്ടുകിടത്തി. ഇവളെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട എന്ന് മാത്രം പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി. തകർന്ന ഹൃദയത്തോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് പത്മാവതി കിടക്കയിലിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. മകൻ്റെ പിന്നാലെ യശോധരൻ വന്നു. അവൻ തളർച്ചയോടെ സിറ്റിയിലിരുന്നപ്പോൾ ഒന്നും മിണ്ടാതെ അയാളും വന്ന് ഒപ്പമിരുന്നു. മകൻ്റെ കണ്ണുകളിൽ നനവിൻ്റെ തിളക്കം കണ്ടപ്പോൾ അയാൾക്ക് കാര്യങ്ങൾ നേരിയ തോതിൽ വ്യക്തമായി തുടങ്ങി. മോനെ, പതറിയ ശബ്ദത്തിൽ അയാൾ വിളിച്ചു. ആരാടാ എൻ്റെ കുഞ്ഞിനെ ചതിച്ചത്? ഉമിനീരിറക്കിയിട്ട് അവൻ പറഞ്ഞു, നരനാരായണൻ. അയാളെ ഇനി എന്തു വേണമെന്ന് എനിക്കറിയാം. മോനെ, യശോധരൻ്റെ ശബ്ദത്തിൽ ഭീതി കലർന്നു. അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട. പിന്നെ യശോധരൻ മിണ്ടിയില്ല. രാവിലെ ഉണർന്നപ്പോൾ തന്നെ ബ്രഹ്മദത്തൻ ചിന്തിച്ചത് നരനാരായണനെക്കുറിച്ചാണ്. അയാളുടെ കള്ളം പൊളിക്കണം. അതിനെ ആരെ ഉപയോഗിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ അവിടെ ബാലചന്ദ്രൻ്റെ മുഖം തെളിഞ്ഞു. അവൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വളരെ വേഗത്തിൽ തന്നെ അയാൾ തിരിച്ചറിഞ്ഞു. ബ്രഹ്മദത്തൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. ബാലചന്ദ്രൻ്റെ മനസ്സിലേക്ക് അയാൾ തൻ്റെ തീരുമാനങ്ങൾ പകർന്നു തുടങ്ങി. ബാലചന്ദ്രൻ വേഗം പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് വേഷം മാറി ഇറങ്ങി. രാവിലെ 10 മണി കഴിഞ്ഞതേയുള്ളൂ. നരനാരായണൻ കഞ്ഞി കുടിച്ച ശേഷം പൂമുഖത്തെ ചാരുകസേരയിൽ വന്നിരുന്നതേയുള്ളൂ. ഉല്ലാസവാനായിരുന്നു അയാൾ. ഇളം മാനിൻ്റെ മാംസം ആസ്വദിച്ച് കഴിച്ച ചെന്നായയുടെ ഉല്ലാസം. പെട്ടെന്നാണ് പൊടി പറത്തിക്കൊണ്ട് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്നത്. അത് വെട്ടിത്തിരിഞ്ഞ് ചെറുകുന്നത്ത് തറവാടിൻ്റെ വീട്ടുമുറ്റത്ത് വല്ലാത്തൊരു ശബ്ദത്തോടെ ബ്രേക്കിട്ടു. നരനാരായണൻ്റെ പുരുകങ്ങൾ കൂട്ടിമുട്ടി. അധ്യായം 30. പോലീസ് ജീപ്പിൽ നിന്നും എസ്.ഐ റസാഖും പോലീസുകാരും ഇറങ്ങി. അവസാനം ബാലചന്ദ്രനും. ജീപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ റസാഖ് നരനാരായണനെ കണ്ടിരുന്നു. പന്തികേടുള്ള ഒരു മനുഷ്യനെന്ന് അപ്പോൾ തന്നെ ഓർക്കുകയും ചെയ്തു. നരനാരായണനാവട്ടെ അവരെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും ഭാവിക്കാതെ കസേരയിൽ പഴയപടിയിരുന്നു. പോലീസിൻ്റെ കൂട്ടത്തിൽ ബാലചന്ദ്രനെ കണ്ടതോടെ അയാളുടെ കണ്ണുകളൊന്നും കുറുകി. വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാവുകയും ചെയ്തു. എന്നാൽ അവൻ്റെ പെങ്ങൾക്ക് നടന്ന കാര്യങ്ങളൊന്നും ഓർക്കാൻ കഴിയില്ലെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു നരനാരായണന്. പോലീസിനെ തൊട്ടു മുന്നിൽ കണ്ടിട്ടും നരനാരായണൻ്റെ അനക്കമില്ലായ്മ എസ്.ഐ റസാഖിനെ ചൊടിപ്പിച്ചു. തിണ്ണയിലേക്ക് കയറാതെ മുറ്റത്തു കൂടി തന്നെ റസാഖ് നരനാരായണൻ്റെ മുന്നിലെത്തി. മിസ്റ്റർ നരനാരായണൻ, ഞാൻ തന്നെ. ഇപ്പോൾ അയാളൊന്ന് നിവർന്നിരുന്നു. കൗതുകം നടിച്ച് ഇൻസ്പെക്ടറെ നോക്കി. എന്തു വേണം നിങ്ങൾക്ക്? നിങ്ങളെ വേണം. കെയിൻ ചൂണ്ടിക്കൊണ്ട് റസാഖ് പറഞ്ഞു. യു ആർ അണ്ടർ അറസ്റ്റ്. ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാകില്ല ഇൻസ്പെക്ടറെ. മലയാളത്തിലോ സംസ്കൃതത്തിലോ സംസാരിക്കുന്നത് ഉപകാരമായിരിക്കും. എങ്കിൽ പറയാം. നിങ്ങളെ കയ്യാമം വെച്ച് കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ. മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു. എന്തിന്? മാധുരി വാതുക്കലേക്ക് വന്നത് നോക്കിയാണ് റസാഖ് മറുപടി പറഞ്ഞത്. നിങ്ങളുടെ ചെറുമകളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചതിന്. അവളങ്ങനെ പറഞ്ഞോ? നരനാരായണൻ നെറ്റി ചുളിച്ചു. എല്ലാ കാര്യങ്ങളും വിവരിച്ച് തന്നെ പരാതി തന്നിട്ടുണ്ട്. എങ്കിലും എനിക്കതൊന്ന് കാണണമല്ലോ. കാണിക്കേണ്ട സമയത്ത് കാണിച്ചോളാം. അല്ലാതെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒറ്റക്കുതിപ്പിന് റസാഖ് തിണ്ണയിലേക്ക് കയറി. വേണ്ട, അന്യമതക്കാരനായ ഒരാൾ ഈ വരാന്തയിൽ കാലുകുത്തരുത്, അതും ചെരുപ്പ് പോലും അഴിക്കാതെ. നരനാരായണൻ ഗർജിച്ചു. എൻ്റെ ദേഹത്ത് തുടരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ഞാനൊന്ന് അറിയട്ടെടോ. അയാൾ നരനാരായണൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് വരുത്തി. പക്ഷേ അടുത്ത നിമിഷം ശക്തമായ ഷോക്കേറ്റതുപോലെ അയാൾ തെറിച്ച് മുറ്റത്ത് മലർന്നു വീണു. നരനാരായണൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തങ്ങി നിന്നു. വർദ്ധിച്ച കോപത്തോടെയാണ് എസ്.ഐ ചാടി എഴുന്നേറ്റത്. പോലീസുകാരെ നോക്കി അയാൾ അലറി. അടിച്ചൊതുക്കണോ അയാളെ? സർ. ലാത്തി ചുഴറ്റി പോലീസുകാർ വരാന്തയിലേക്ക് ചാടിക്കയറി. പക്ഷെ അടിച്ചതൊന്നും അയാളുടെ ശരീരത്തിൽ കൊള്ളുന്നില്ല. മുന്നിൽ നിന്നും ആരോ തടയുന്നത് പോലെ. അയാൾ അടിയേൽക്കാത്ത അദൃശ്യമായ ഒരു കുടക്കീഴിൽ ഇരിക്കുന്നത് പോലെ. പോലീസുകാർക്കും കോപം ഇരട്ടിക്കുകയാണ്.
പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്നും അവരുടെ നെഞ്ചടക്കം ഒരിടിയേറ്റു. വല്ലാത്തൊരു നിലവിളിയോടെ പോലീസുകാരും മുറ്റത്തേക്ക് വീണു. എല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന ബാലചന്ദ്രനും നടുങ്ങിപ്പോയി. എസ് ഐ വയർലെസ്സിലൂടെ സർക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ടു. കൂടുതൽ പോലീസുമായി CA എത്തിച്ചേരുമെന്ന് മറുപടി കിട്ടി. റസാക്ക് പല്ലിറുമ്മിക്കൊണ്ട് നാരായണനെ ഒന്ന് നോക്കി. പോലീസോടുള്ള തൻ്റെ കളി ഇന്ന് നിർത്തിത്തരാടാ. ഒരു ചക്രവർത്തിയുടെ ഭാവത്തിൽ നാരായണൻ കസേരയിൽ നിന്ന് എണീറ്റു. ഇല്ല പോലീസേ, നിങ്ങളുടെ പടം മുഴുവൻ വന്നാലും ഞാൻ പറയാതെ എൻ്റെ ശരീരത്തിൽ തൊടാൻ കഴിയില്ല. അത് കാണിച്ചു തരാടാ. അഭിമാനം വ്രണപ്പെട്ട ഭാവമായിരുന്നു റസാഖിന്. വാതിലിന് പിന്നിൽ മാധുരിയും വിനയപ്രഭയും അനിരുദ്ധനും ജയലക്ഷ്മിയും ഉണ്ടായിരുന്നു. എല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു അവർ. ഇനി എന്തും സംഭവിക്കാം. അതിനിടെ അന്തിപ്പത്രക്കാരൻ കത്തി ഗോവിന്ദനും എങ്ങനെയോ അവിടെ എത്തിച്ചേർന്നു. ഗ്രാമീണർ പടിപ്പുരയ്ക്ക് പുറത്തെത്തിക്കഴിഞ്ഞു. ഇനി 1 or 2 കേസിലല്ല താൻ കുടുങ്ങുന്നത്. റസാഖ് ഭീഷണിപ്പെടുത്തി. പെൺകുട്ടിയെ പീഡിപ്പിക്കൽ, പോലീസിനെ കയ്യേറ്റം ചെയ്യൽ, മരിച്ചുപോയിരുന്നു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് ഒളിച്ചു താമസിക്കൽ, ഈ വകുപ്പുകളെല്ലാം ചേർത്ത് തൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യും ഞാൻ. റസാഖ് അയാളുടെ മുഖത്തേക്ക് കൈ ചൂണ്ടി. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾക്കണോ പോലീസെ? നരനാരായണൻ വീണ്ടും ചിരിച്ചു. അപ്പോൾ പടിപ്പുര കടന്ന് ഒരു പോലീസ് വാനും ജീപ്പും കൂടി അകത്തെത്തി. ജീപ്പിൽ നിന്നും CAയും വാനിൽ നിന്നും 20ഓളം പോലീസുകാരും ഇറങ്ങി. SIയും ആദ്യമെത്തിയ പോലീസുകാരും CAയുടെ മുന്നിൽ അറ്റൻഷനായി. അതാണോ കക്ഷി? നരനാരായണനെ നോക്കിക്കൊണ്ട് CA തിരക്കി. സർ, അതാണ്. കനപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് CA മുന്നോട്ട് നിന്നു. നിങ്ങൾ പോലീസുകാരെ തല്ലോ അല്ലോടോ? ഞാൻ തല്ലിയില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന പ്രകൃതി അവർക്ക് ശിക്ഷ നൽകിയിട്ടുണ്ടാവും, നരനാരായണൻ സൗമ്യതയോടെ അറിയിച്ചു. CA ഞൊടിയിടയിൽ അയാളെ കയറി പിടിച്ചു. അടുത്ത നിമിഷം കിടിലം കൊള്ളിക്കുന്ന ഒരു അലർച്ചയോടെ അയാൾ മുകളിലേക്ക് ഉയർന്നു. പിന്നെ ആന തുമ്പിക്കയിൽ ചുഴറ്റിയെറിയും പോലെ ഒരേറ്. CI ചെന്ന് വീണത് പോലീസ് വാനിൻ്റെ മുകളിലാണ്. അവിടെ നിന്ന് ഉരുണ്ട് താഴെ വീണ CIക്ക് ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവരുടെ തുറന്ന വായിലൂടെ കൊഴുത്ത ചോര പുറത്തേക്ക് ഒഴുകി. SIയും പോലീസുകാരും ഓടി അടുത്തു ചെന്നപ്പോഴേക്കും CI ഒന്ന് പിടഞ്ഞു. പിന്നെ ആ ശരീരം നിശ്ചലമായി. സകലരും നടുങ്ങി വിറച്ചു. CI കൊല്ലപ്പെട്ടിരിക്കുന്നു. മെസ്സേജുകൾ മുകളിലേക്ക് പാഞ്ഞു. SPയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് പട ഗ്രാമവീഥികളിലൂടെ പൊടിപടലങ്ങൾ ഇളക്കി ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് വരാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ജീവിതത്തിൽ ആദ്യമായി ഇത്രയും പോലീസുകാരെയും പോലീസ് വണ്ടികളെയും കാണുകയായിരുന്ന ഗ്രാമീണർക്ക് അരുതാത്തത് പലതും സംഭവിക്കുമെന്ന് ഉറപ്പായി. CAയുടെ ശവശരീരം SPയും കണ്ടു. ആ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. അപ്പോഴേക്കും വിവരം കേട്ടറിഞ്ഞ് TV ചാനലുകളും അവിടെ എത്തിയിരുന്നു. ക്യാമറകൾ മരണപ്പെട്ടു കിടക്കുന്ന CAയെയും പിന്നീട് നരനാരായണനെയും ഫോക്കസ് ചെയ്തു. അത്ഭുതം നിറഞ്ഞ ഒരു ശബ്ദം ക്യാമറാന്മാരുടെ കണ്ടത്തിൽ നിന്നും ഉയർന്നു. വിശ്വാസം വരാതെ അവർ ക്യാമറ ലെൻസിലൂടെ അയാളെ നോക്കി. വീണ്ടും ലെൻസിലൂടെ. ഇതെന്തു മറിമായം? ഒരാൾ SPക്കരികിൽ ക്യാമറയുമായി ഓടിയെത്തി. സർ, അങ്ങ് ഈ ക്യാമറയിലൂടെ ആ മനുഷ്യനൊന്ന് നോക്കുമോ? SP നെറ്റി ചുളിച്ചെങ്കിലും ക്യാമറയിലൂടെ അയാളും നരനാരായണനെ നോക്കി. ആ മുഖത്ത് അമ്പരപ്പ് പടർന്നു. നേരിൽ കാണുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യനാണ് കസേരയിലിരിക്കുന്നത്. എന്നാൽ ക്യാമറയിലൂടെ നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ. SP കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. ക്യാമറയിൽ കാണുന്ന ആ യുവാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം സാർ, മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരൻ, നരനാരായണൻ്റെ ഇളയ മകൻ. ഒന്നും കൂട്ടി വായിക്കാൻ കഴിയുന്നില്ല SPക്ക്. അയാളുടെ നിർദ്ദേശാനുസരണം അതിനിടെ ആയുധധാരികളായ പോലീസുകാർ ചെറുകുന്നത്ത് തറവാട് വളഞ്ഞു കഴിഞ്ഞിരുന്നു. SP നരനാരായണൻ്റെ നേരെ ചെന്നു. മിസ്റ്റർ, ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നരനാരായണൻ അപ്പോഴും പുഞ്ചിരിച്ചു. തൽക്കാലം എനിക്കതിന് മനസ്സില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അയാളുടെ ആ ഭയമില്ലായ്മ SPയെ അമ്പരപ്പിച്ചു. ആ നേരത്ത് അങ്ങ് അകലെ ഗുഹയിലെല്ലാം ശ്രദ്ധാപൂർവം തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ബ്രഹ്മദത്തിൻ്റെ നെറ്റി ചുളിയുകയും നിവരുകയും ചെയ്തുകൊണ്ടിരുന്നു. താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ലല്ലോ. കേരളത്തിലെ പോലീസ് പട മുഴുവൻ ചെന്നാലും നരനാരായണനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. കാരണം തൻ്റെ മൂർത്തികളെ മുഴുവൻ അയാൾ തറവാടിനു ചുറ്റും കാവൽ നിർത്തിയിരിക്കുകയാണ്. ബ്രഹ്മദത്തിന് അത് കാണാമായിരുന്നു. പക്ഷേ തോറ്റുകൊടുക്കാൻ ബ്രഹ്മദത്തിന് മനസ്സിലായിരുന്നു. തൽക്കാലത്തേക്കെങ്കിലും നരനാരായണൻ പോലീസ് പിടിയിലാവണം. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ.
ബ്രഹ്മദത്തൻ ചെറുചിരിയോടെ പുതിയൊരു മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ SP കനകരാജ് കരുതലോടെ ചെറുകുന്നത്ത് തറവാടിൻ്റെ പൂമുഖത്തേക്ക് കയറി. പോലീസുകാരുടെ നെഞ്ചിടപ്പേറി. CAയുടെ അനുഭവം തന്നെ SP സാറിനും ഉണ്ടാകുമോ? ഉണ്ടായാൽ പോലീസുകാർ നരനാരായണനെ ഉന്നം വെച്ച് തോക്കുകൾ ചൂണ്ടി. ഇമവെട്ടാതെ SPയെ തന്നെ നോക്കിയിരിക്കുന്ന നരനാരായണൻ്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു. നാരായണൻ്റെ മുഖത്തെ ഭാവമാറ്റം SP കനകരാജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏത് നിമിഷം അരയിൽ തുകലൊറിയിൽ കിടക്കുന്ന റിവോൾവർ പ്രയോഗിക്കാൻ പാകത്തിലാണ് കനകരാജ് മുന്നോട്ടെടുത്തത്. ഇനി കനകരാജിൻ്റെ കൈകൾ തൻ്റെ നേരെ നീണ്ടുവന്നേക്കാം. ആ കരുതലോടെ പുതിയ മന്ത്രം ജപിക്കാൻ ഭാവിക്കുകയായിരുന്ന അയാൾ. പക്ഷെ ആ നിമിഷം അയാൾ വല്ലാതെ ഒന്ന് ഞെട്ടിപ്പിടിച്ചു. മന്ത്രം ഓർമ്മയിൽ വരുന്നില്ല. അതെന്ത്? ഏതുറക്കത്തിലും തനിക്ക് മന്ത്രജപം തെറ്റാറില്ലല്ലോ. കൈവിട്ടോ വരദേവതേ? അയാൾ വീണ്ടും വീണ്ടും മന്ത്രങ്ങൾ ഓർക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. മനസ്സിൽ മഹാശൂന്യത മാത്രം. ഇതെന്താ ഇങ്ങനെ? ആ ക്ഷണത്തിൽ SP കനകരാജിൻ്റെ വലതുകരം ഉയർന്നു താണു. പടക്കം പൊട്ടുന്നത് പോലെയുള്ള അടി നരനാരായണൻ്റെ കവളത്തേറ്റു. കണ്ടു നിന്നിരുന്ന മാധുരി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. എൻ്റെ ശ്രീരാമ ഭഗവാനെ! കവിളിലെ എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങിയ അനുഭവമായിരുന്നു നാരായണന്. തന്നെ തല്ലിയിരിക്കുന്നു, അതും ഒരു പീറ പോലീസ് ഉദ്യോഗസ്ഥൻ. വിഷമവും കോപവുമെല്ലാം ഒന്നിച്ചുണ്ടായി അയാൾക്ക്. എടോ, നിനക്ക് ഇത്ര അഹങ്കാരമോ? ഞാൻ ആരാണെന്നറിയില്ല നിനക്ക്. നാരായണൻ ചാടി എഴുന്നേറ്റു. ഒരിക്കൽ കൂടി മന്ത്രം ചെല്ലാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും ചെയ്തു. അറിയില്ലടോ കിഴവ, എനിക്കു തന്നെ. താൻ തന്നെ പറ, ആരാണ് താൻ? ചോദ്യവും കാൽമുട്ടുമടക്കി അടിവയറ്റിലിടിയും ഒപ്പം കഴിഞ്ഞു. അയ്യോ! നിലവിളിച്ചു പോയി നരനാരായണൻ. ഈ കാഴ്ച കാണാനുള്ള കരുത്തില്ലാതെ മാധുരിയും തറവാട്ടിൽ ബാക്കിയുണ്ടായിരുന്നവരും വാതിലിനു പിന്നിൽ അകന്നുമാറി. SP കനകരാജ് നാരായണനെ വലിച്ച് പുറത്തേക്കെറിഞ്ഞു. ടേക്കിംഗ്. SI റസാഖ് അയാളെ പിടിച്ചു വരുത്തി. ഇരുകവിളിലും കാതടക്കം ചേർത്തൊന്ന് പൊട്ടിച്ചു. പ്രപഞ്ചം തനിക്ക് ചുറ്റും കറങ്ങുന്ന അനുഭവം. ഞങ്ങളുടെ സർക്കിൾ സാറിനെ കൊന്നിട്ടിവിടെ വാഴാമെന്ന് നീ കരുതി അല്ലടാ കേട്ടർ റാസ്കൽ. അവിടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച റസാഖ് പോലീസുകാരുടെ നേരെ തള്ളി. രോക്ഷം പോണ്ടു നിൽക്കുകയായിരുന്ന അവരും ഒന്നും രണ്ടും വീതം കൊടുത്ത് അയാളെ വാനിലേക്ക് വലിച്ചിഴിച്ചു. പിന്നെ വാനിനുള്ളിൽ നിന്നും ഹൃദയം പിളരുന്ന നിലവിളിയും ഇടിയുടെ ശബ്ദവും മാത്രമേ കേട്ടുള്ളൂ. അപ്പോഴേക്കും ആംബുലൻസ് എത്തി. CAയുടെ മൃതദേഹം അതിൽ കയറ്റി. തറവാട്ടിൽ മാധുരി ഉൾപ്പെടെയുള്ള എല്ലാവരും SPക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവലെ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നാളെ രാത്രി കൃത്യം 9 മണിക്ക് നിങ്ങളുടെ ഈ പാട്ട് അപ്ലോഡായിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞതുപോലെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും അല്ലേ? ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യാം. വീണ്ടും നാളെ സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം. ശുഭദിനം.